ശരിക്കും പറഞ്ഞാൽ ഈ വലത്തെ കാലില്ലേ, ഉം. ഈ വലത്തെ കാല് ആ ബ്രേക്കിലും ആക്സിലറേറ്ററും കൊണ്ട് കളിക്കുക. ഓ. പിന്നെ അടുത്ത കാല് ക്ലച്ചിലും. ഇതൊരു മരണ പോരാട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഉം, ഉം, ഉം. അപ്പം അതിനിടയ്ക്ക് സ്റ്റിയറിംഗ് വെട്ടിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ പേഷ്യൻ്റെ കണ്ടീഷൻ നോക്കി അവിടെ നിന്ന് എടുത്ത് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇന്ന പോലെയാണ് കാര്യം, മെഡിക്കൽ കോളേജിൽ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് എടുത്ത് മെഡിക്കൽ കോളേജിൽ ഷിഫ്റ്റ് ചെയ്തു. എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് ആ ബൈസ്റ്റാൻഡ് നമ്മൾ ഇഷ്ടപ്പെട്ടു. ബൈസ്റ്റാൻഡ് നമ്മളെ നമ്പർ മേടിച്ചു, കമ്പനി നമ്പർ കാർഡുണ്ട് കൊടുത്തു. പുള്ളിക്കാരി വീട്ടിൽ വെച്ച് തന്നെ വെള്ളമൊക്കെ കുടിക്കാൻ തന്നു. അപ്പോൾ നമ്മൾ ആ ഇടപഴകുന്ന രീതി കണ്ടിട്ടാണ്. നമ്മളിത് പക്ക പ്രൊഫഷണലായിട്ട് ചെയ്യുവാണെങ്കിൽ ആൾക്കാർക്ക് സെയിം. പണ്ടൊക്കെ ആണെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ മാത്രം സൗകര്യം നോക്കിയാൽ മതിയായിരുന്നു, ലൈക്ക് പേഷ്യൻ്റെ കംഫർട്ട് മാത്രം നോക്കിയത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പേഷ്യൻ്റെ കംഫർട്ട് നോക്കണം, ബൈസ്റ്റാൻഡേഴ്സിൻ്റെ കംഫർട്ട് നോക്കണം, വീടിനടുത്തിരിക്കുന്ന ആൾക്കാരുടെ കംഫർട്ട് നോക്കണം, റോട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ കംഫർട്ട് നോക്കണം. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പം തന്നെ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുത്തൻ റോങ് സൈഡ് കാറും കൊണ്ട് കയറി വന്നു. അപ്പം ഞാൻ ചോദിച്ചു എവിടെ പോവാന്ന് ചോദിച്ചു, എവിടെ പോവാടേന്ന് ചോദിച്ചു. അന്നേരം എന്നെ തെറി വിളിച്ചു. അപ്പം ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കണം, അതും മെട്രോയുടെ താഴെ കൂടെ മാനുവായിട്ട് വണ്ടി അടിച്ചുകൊണ്ട് വരിക. ഓപ്പോസിറ്റ് വന്നൊരു പുള്ളിക്കാരനെ ഞാൻ വണ്ടി സ്ലോ ചെയ്തിട്ട് ഞാൻ ചോദിച്ചു എവിടെ പോയിട്ടാന്ന് ചോദിച്ചു. ആ പുള്ളി എന്നെ തെറി വിളിച്ചു. അത് നമ്മൾ അയച്ചു. ഇതേപോലൊരു ദിവസം മെഡിക്കൽ ട്രസ്റ്റിന് ഒരു കേസ് ഇറക്കിയിട്ട് ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു സ്കൂട്ടറുകാരൻ കൊണ്ടുവന്നിട്ട് ആ പോർട്ടർ ഓടുക, പോർട്ടർ ഈ സൈഡ് റൈറ്റ് സൈഡ് കയറിയിട്ട് വണ്ടിയിൽ തട്ടി എടുത്തോണ്ട് പോയി. അപ്പം ഞാൻ വണ്ടി അങ്ങോട്ട് കയറി നിന്നപ്പോൾ ഞാൻ തിരിച്ച് കയറ്റി വെച്ചിട്ട് ഞാൻ ചോദിച്ചു എവിടെ നോക്കി ഈ വണ്ടി ഓടിക്കണം എന്ന് ചോദിച്ചു. ഈ വണ്ടി ഈ പണിഞ്ഞിട്ടേക്കണം, നിങ്ങൾ ഇടിച്ച് പൊട്ടിക്കാനാണെന്ന് ചോദിച്ചു. അന്നേരം പുള്ളി എന്നോട് നീ ഉടഞ്ഞുണ്ടിക്കാലാന്ന് ആദ്യം പറഞ്ഞത്.